ഹലോ ഗായ്സ്, നമസ്കാരം. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലേക്ക് ഒരുപാട് കുട്ടികൾ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അതിൽ പലരും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ബെസ്റ്റ് കോളേജ് ഏതാണ്. പല കോഴ്സുകളും ചോദിച്ചിട്ടാണ് ബെസ്റ്റ് കോളേജ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഞാൻ വന്നിട്ടുള്ള BGSലാണ്. ഇപ്പം ഈ ഒരു BGS എന്ന് പറയുന്ന ഒരു കോളേജിന് ഒരു പ്രൊമോഷൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി ഇവരത്രയും ബെറ്റർ ആയിട്ടുള്ള ബാംഗ്ലൂരിലെ ടോപ്പ് 10 മെഡിക്കൽ കോളേജുകളിൽ ഒരു കോളേജാണ് BGS എന്ന് പറയുന്നത്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കോഴ്സുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ PG തന്നെ MD MS MBBS, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡെൻ്റൽ സയൻസ്, ഫാർമസിയിലാണെങ്കിൽ BPharm DPharm വരുന്നുണ്ട്. അലൈഡ് ഹെൽത്ത് സയൻസുകളിൽ 8 കോഴ്സുകൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc നഴ്സിംഗ് കോഴ്സുകൾ വരുന്നുണ്ട്. ഡിഗ്രി കോഴ്സുകളിൽ BCom BBA BCA BSc ഫാഷൻ ഡിസൈനിങ്, ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇനിയിപ്പം MBA, BArch, എൻജിനീയറിങ്ങിൻ്റെ എല്ലാ കോഴ്സുകളും വരുന്നുണ്ട്. BEd വരുന്നുണ്ട്. പിന്നെ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു പുതിയൊരു കോഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കോഴ്സുകളും വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോളേജാണ് BGS എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ബെസ്റ്റ് കോളേജ് ഒന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം എനിക്ക് ഫസ്റ്റ് സജസ്റ്റ് ചെയ്യാൻ തോന്നിയ കോളേജ് BGS ആണ്. ഞാൻ ഓൾറെഡി ഒരു 1 മന്തായിട്ട് ഇവിടുത്തെ എല്ലാ പ്രോഗ്രാംസിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട്. കൾച്ചറൽ പ്രോഗ്രാംസിലായിക്കോട്ടെ. പിന്നെ മലയാളി സ്റ്റുഡൻസ് ഒരുപാടുള്ളൊരു കോളേജാണ് BGS എന്ന് പറയുന്നത്. ഒരു 45% മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും നല്ല റിവ്യൂ പറഞ്ഞു. ഞാൻ എന്തായാലും അവരുടെ റിവ്യൂ ഒക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളും ഫാക്കൽറ്റീസും മലയാളി ഫാക്കൽറ്റീസ് ഉണ്ട്. അവരുടെ എല്ലാവരുടെ റിവ്യൂ ഞാൻ എടുത്തിട്ട് ഞാൻ അതും ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും സ്പീഡായിട്ട് ഇവിടുത്തെ എല്ലാ കോഴ്സുകളും പറയാനുള്ളൊരു കാരണം ഞാൻ ഈ കോളേജിൽ ഒരു 10-20 ദിവസം സ്പെൻഡ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ ഇവിടുത്തെ ചെയർമാനായിട്ടും പിന്നെ ഇവിടുത്തെ എല്ലാ ആളുകളായിട്ടും ഞാൻ കണക്ട് ചെയ്ത് സംസാരിച്ച് എനിക്കൊരു നല്ലൊരു ഐഡിയ കിട്ടി ഈ കോളേജിന്. പിന്നെ ഫെസിലിറ്റീസൊക്കെ എടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഈ കോളേജിൻ്റെ ഉള്ളിലായിട്ട് 2 ഹോസ്പിറ്റൽസ് ഉണ്ട്. ഒന്ന് മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ ഒന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഉണ്ട്. അപ്പം നമ്മളിപ്പം ഇവിടെയുള്ള കുട്ടികളോട് ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ അവർക്കുള്ള എല്ലാ സപ്പോർട്ടും ഈ കോളേജും തരുന്നുണ്ട്. പിന്നെ നല്ലൊരു റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മലയാളി മെസ്സായിട്ട് തന്നെ ഒരു മെസ്സുണ്ട്. അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ മെസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോമ്പിൻ്റെ സമയത്തൊക്കെ വന്ന സമയം കുട്ടികൾക്കുള്ള നോമ്പ് തുറക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഉണ്ട്. പിന്നെ കൾച്ചറൽ മീൻസ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്ത സമയത്ത് അവർ പറയുന്നത് ഓണസദ്യ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടോ ആ എല്ലാ പ്രോഗ്രാംസും ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാവരും വളരെ സപ്പോർട്ടീവാണ്. ഈ കോളേജിൽ എല്ലാ പ്രാവശ്യവും സീറ്റെല്ലാം ഫുള്ളാണ്. അപ്പം നിങ്ങളിപ്പോൾ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഇനിയിപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അവരിത് ഇപ്പം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ കോളേജിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. മീൻസ് ആ ഒരു കോഴ്സ് അത്രയും ബെറ്റർ ആക്കിയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സ് ബാംഗ്ലൂർ വേറെ എവിടെയില്ല. അതുള്ളത് ആകെ ഈ ഒരു കോളേജിലാണ്. അപ്പം നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇനിയിപ്പം എല്ലാ കോഴ്സുകളും ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത്രയും സ്റ്റുഡൻസിന് ഒരുമിച്ചുള്ള പ്രോഗ്രാംസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു ചെറിയൊരു കോളേജ് ആയിപ്പോയി എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല. ഇനി എല്ലാവരും സ്റ്റുഡൻസ് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ കോളേജിലേക്ക് യാത്ര ചെയ്യാൻ വളരെ ഈസിയാണെന്ന്. അപ്പം നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ ഞാൻ പല സ്റ്റുഡൻസിനോട് ചോദിച്ചപ്പം അവർ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. കാരണം ഇനിയിപ്പോൾ മെജസ്റ്റിക്കിലേക്കാണെങ്കിൽ ഇവിടുന്ന് മെട്രോ ആക്സസ് ഉണ്ട്. നിയർ ബൈ മെട്രോ ആക്സസ് ഉള്ളൊരു കോളേജാണ്. ഇനി കെങ്കേരിയിൽ നിന്ന് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് പല ട്രെയിനുകളും പല സ്ഥലത്തേക്കുള്ള കേരളത്തിലേക്കുള്ള ട്രെയിനും കെങ്കേരിയിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പം നാട്ടിലേക്ക് പോകാനൊരു ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ഇനിയിപ്പം മെജസ്റ്റിക്കിലേക്കാണ് പോകേണ്ടെങ്കിൽ അങ്ങനെ പോകാനും ബുദ്ധിമുട്ടില്ല. മെട്രോ ആക്സസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇവർക്കുള്ള എല്ലാ ആക്ടിവിറ്റീസും കാരണം പല കോളേജും ക്യാമ്പസുകളും ഔട്ടർ ബാംഗ്ലൂരാണ് അധികം. കാരണം അവർക്ക് യാത്ര ചെയ്തെത്താന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു കോളേജിലേക്ക് യാത്ര ചെയ്തെത്താൻ യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും വലിയൊരു ക്യാമ്പസ് 130 ഏക്കറോളം വരുന്ന ഇത്രയും വലിയൊരു ക്യാമ്പസ് സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കോളേജിനെ ഫസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുള്ള കാരണം ഞാനൊരു 10-20 ദിവസം ഈ കോളേജിൽ വന്ന് എല്ലാം മനസ്സിലാക്കി പഠിച്ചു. നിങ്ങളോട് പറയാൻ എനിക്ക് വളരെ ഈസിയായി. കാരണം ഫാക്കൽറ്റീസിനോടൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികളായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ടാണ് ഫാക്കൽറ്റീസ് ഉള്ളത്. ഞാൻ ഓരോരോ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലുള്ള ഓരോരോ ടീച്ചേഴ്സിനെയും ഫാക്കൽറ്റീസിനെയും സ്റ്റുഡൻസിനെയൊക്കെ കണ്ട് ചോദിച്ചു. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിരിക്കുന്നത് അലൈഡ് ഹെൽത്ത് സയൻസിലാണ്. അതേപോലെ തന്നെ ഡിഗ്രി കോഴ്സുകളും
കാരണം ഇതിൽ രണ്ടിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ളത്. അതിനെ ഞാൻ വളരെ ചെക്ക് ചെയ്തു, നല്ലൊരു അഭിപ്രായം കിട്ടി. പിന്നെ BSc നഴ്സിംഗൊക്കെ ഇവിടെ പെട്ടെന്ന് ഫില്ലാവും. ഇനിയിപ്പോൾ GNM-ഉം MSc നഴ്സിംഗൊക്കെ വളരെ സ്പീഡായിട്ടാണ് ഇവിടെ ഫില്ലാവുന്നത്. കാരണം കുട്ടികൾ അത്രയും പെട്ടെന്നാണ് ഇവിടെ സീറ്റ് ഫുള്ളാവുന്നത്. അപ്പം നമ്മളൊരു എന്താ പറയുക, നിങ്ങൾ ബാംഗ്ലൂരിൽ ഏറ്റവും ബെസ്റ്റ് ഒരു കോളേജ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ടോപ്പ് 10 ഈ ഒരു കോളേജിനെ എനിക്ക് എടുത്തു പറയാൻ പറ്റി. അതേപോലെ തന്നെ മലയാളികൾ ഇത്രയും തോന്നെ പഠിക്കുന്ന ഒരു കോളേജ് ആയതുകൊണ്ടും അവരുടെ നല്ല അഭിപ്രായങ്ങളും കിട്ടി. ആ അഭിപ്രായങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് ഓരോ കുട്ടികളുടെ അഭിപ്രായം കേൾക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. മീൻസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാനതൊരു സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ BGS പറയുന്ന കോളേജ് വളരെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. മീൻസ് എല്ലാം കൊണ്ടും, എല്ലാ സൗകര്യങ്ങളും കൊണ്ടും ബെസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഒരു കോളേജാണ് BGS. അപ്പോൾ കോഴ്സുകളാണെങ്കിലും ഞാൻ ഓൾറെഡി എല്ലാവർക്കും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പം എന്തായാലും ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഏറ്റവും നല്ല ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആവട്ടെ ഇത്. അപ്പം എന്തായാലും എല്ലാ കുട്ടികളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇനി അടുത്തത് എങ്ങനത്തെ കോളേജുകളാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു.